ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൊറില്ലയുടെ പുതിയ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടിയതിനെ കുറിച്ചാണ്. അപ്പോൾ ആ നമ്പർ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ബുക്ക് ചെയ്തതിനെ കുറിച്ചാണെന്ന് പറയാം. നമ്മുടെ MVDയുടെ പരിവാഹങ്ങൾ കയറിയിട്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഏതാണ്ട് 3000 രൂപയായിരുന്നു റിസർവേഷൻ. സാധാരണ ഉള്ള ആ ഒരു എമൗണ്ട് വരുന്നുള്ളായിരുന്നു. നമ്മൾ TPയുടെ ഡേറ്റ് ചെയ്താൽ 45 ദിവസമാണ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്പർ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സീരീസിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഒരു 7 തുടങ്ങുന്ന ഒരു സീരീസ് വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിങ്. അപ്പോൾ അതിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്കൊരു 3000 സ്റ്റാർട്ടിങ് നമ്മളൊരു നമ്പർ കണ്ടു. ആ നമ്പറിൽ നമ്മൾ 3000 വെച്ചിട്ട് കൊടുത്തു. 3000 വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതേ ഒരു നമ്പറിന് വേറൊരു ആപ്ലിക്കൻ്റ് ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കൻറ്റിനും ഈ സെയിം എമൗണ്ട് തന്നെ പുള്ളി വീണ്ടും അത് ബുക്ക് ചെയ്ത് ആ ഒരു ഇത് തന്നെ ബുക്ക് ചെയ്ത് അതും ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. അപ്പം ഞാനൊരു 1000 രൂപ കൂടെ കെട്ടി വിളിച്ചു. അതിനുശേഷം പുള്ളി ഒരു 1000 രൂപ അടുത്ത ദിവസം കയറ്റി വിളിച്ചു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ഇതിൻ്റെ ഒരു ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ശനിയാഴ്ച അല്ല, മൺഡേയിലാണ് ഇതിൻ്റെ ഒരു ലേലം വിളി ക്ലോസ് ആവുന്നത്. അപ്പം നമുക്ക് ശനിയാഴ്ച വരെ നമുക്കത് ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പം മൺഡേയിൽ ഇത് ക്ലോസ് ആയതിനു ശേഷം 10:30 ഇത് ക്ലോസ് ആവുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു 10:27 ആയപ്പോഴത്തേക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ട് ഒരു 1000 കൂടെ കയറ്റി വിളിച്ചു. അങ്ങനെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, വണ്ടിയുടെ നമ്പർ നമുക്ക് കിട്ടി. അവിടെ അലോട്ടായി. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞു. ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് അലോട്ടായി. അങ്ങനെ ആ നമ്പർ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഷോറൂമിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഷോറൂമിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ആ നമ്പർ ഏതാ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ ഷോറൂമിലോട്ട് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തിയാണ്. ഇവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് വരാം. ഭയങ്കര ചൂട് വയസ്സ്. അങ്ങനെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഷോറൂമിലെത്തിയപ്പോൾ KL 25S7001. ഇതാണ് നമ്മുടെ നമ്പർ. അങ്ങനെ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മിററും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ വ്യൂ അത്ര പോരായിരുന്നു. അങ്ങനെ ആ മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തു. പിന്നെ ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ KL 25S7001 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ നമ്മൾ ഫ്രണ്ടിൽ പഞ്ച് ചെയ്തേക്കുന്നത്. അവർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് ഫ്രണ്ടിൽ നല്ല വൃത്തിക്ക് അവർ മെഷീൻ വെച്ചിട്ട് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിബേറ്റ് അടിച്ചിട്ട്. അപ്പോൾ അവർ ബാക്ക് സൈഡും കൂടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യുകയാണ്. അവർ അളവൊക്കെ നോക്കിയിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ നമ്പറെല്ലാം അവിടെ റിബേറ്റ് വെച്ചിട്ട് 2 റിബേറ്റ് വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. 2 റിബേറ്റ് വെച്ച് അടിച്ചതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിൽ അവർ ഈ 2 ടൈറ്റ് ചെയ്യേണ്ട ആ 2 റിബേറ്റ് മാത്രം ചെയ്താൽ മതി, അതിൽ നിന്നോളും. നമ്മുടെ വണ്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് KL 25S7001 എന്നാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ലുക്ക്. ആ ടെമ്പർ രജിസ്ട്രേഷൻ പോയിട്ട് അതുള്ളപ്പോൾ ഒരു ലുക്കുള്ളതാണെങ്കിൽ എനിക്ക് തോന്നി, സത്യം പറയാം. ഇപ്പോൾ KL 25S7001 എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഷോറൂമിൽ തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാം തരുന്നത്. അപ്പോൾ നമ്പർ പ്ലേറ്റ് എല്ലാം നമ്മൾ ഷോറൂമിൽ അടിച്ച് ഈ ഒരു ഇതാണ് ബാക്കിലെ വ്യൂ. നിങ്ങൾ ഫ്രണ്ടിലെ വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുമ്പം ഇതാണ് വരുന്നത്. KL 25S7001 എന്നുള്ള ഈ ഒരു നമ്പറാണ് ഫ്രണ്ടിലെ വ്യൂ വരുന്നത്. ഓക്കെ. ഈ ഒരു പഞ്ചിങ് മോഡലാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു ഹോളോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഷോറൂമിൽ പോയിട്ട് അവിടുന്ന് എന്തോ പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ഷോറൂമിൽ തന്നെ അത് നമ്മൾ ഇൻഫോം ചെയ്യാനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫ്രണ്ടിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, താങ്ക് യു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലായിരുന്നു. നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വ്ളോഗ് മാത്രമായിരുന്നു ഈ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിനെ കുറിച്ചുകൊണ്ട്.